പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്നൊരു ദൈവവചനം വായിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്, ചിന്തിക്കാൻ പോവുകയാണ്. ആ വചനം മറ്റൊന്നുമല്ല, യോഹന്നാൻ എഴുതിയ 1 ലേഖനം 3 അധ്യായത്തിൽ 1 തിരുവചനം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കറിയാം, ഇന്ന് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ലഭിക്കാവുന്ന ഒരു വലിയ പദവിയാണ് ഒരു ദൈവ മകനാണ്, ദൈവമകളാണ് എന്നുള്ള ഒരു പദവിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നമുക്കറിയാം, ഇത് വലിയ അല്ലെങ്കിൽ MLA മകൻ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരാളുടെ മകൻ, അല്ലെങ്കിൽ ഒരു മകൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ മകൻ എന്നിങ്ങനെയൊക്കെ വലിയ ഉദ്യോഗസ്ഥർ, വലിയ പേരും പ്രശസ്തിയും അധികാരമുള്ള ആളുകളുടെയൊക്കെ, സമ്പന്നരുടെയൊക്കെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ മക്കൾ എന്ന് അറിയപ്പെടുന്ന പദവിയേക്കാളൊക്കെ ഏറ്റവും മഹത്തരമായ ഒരു പദവിയാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ മകനാണ്, ഒരു മകളാണ് എന്നുള്ള ഒരു പദവി. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു പദവി. നാം ദൈവ മകനാണ്, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടത്, ഞാൻ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലായി മാറിയോ? ഞാനൊരു ദൈവത്തിൻ്റെ മകളായി, അല്ല ദൈവത്തിൻ്റെ ഒരു മകനായി മാറുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മത്തായി 6:8 വാക്യത്തിലൊക്കെ പറയുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്നുള്ളതാണ്. ഈശോ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഹൃദയത്തിൽ ചങ്കത്ത് കൈവച്ചുകൊണ്ട് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു വിഷയമാണ്: ഞാൻ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലായി മാറിയോ? ഞാനൊരു ദൈവത്തിൻ്റെ മകനായി മാറിയോ, മകളായി മാറിയോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിൽ 14-15 വാക്യങ്ങൾ പറയുന്നുണ്ട്: ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആത്മാർത്ഥമായി നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കേണ്ടത്, നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്: ഞാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ദൈവാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണോ? അതോ ഞാൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5 അധ്യായത്തിൽ പറയുന്നത് പോലെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ജഡിക മനുഷ്യനാണോ? അതോ ആത്മീയ മനുഷ്യനാണോ? നാം നമ്മോട് തന്നെ ഈ അവസരത്തിൽ ഒന്ന് ചോദിക്കുക. മറ്റാരെയും കാണിക്കുവാനോ മറ്റാരെയും ബോധ്യപ്പെടുത്തുവാനോ അല്ല, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിലയിരുത്തുവാനും, നമ്മളിൽ മാറ്റേണ്ടത് മാറ്റുവാനും, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാനും, അതുവഴി ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ ആഗ്രഹിക്കാൻ നമുക്ക്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കോടീശ്വരന്മാരാകുന്നതിലോ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിലോ ബാങ്ക് ഡിപ്പോസിറ്റുകളുടെ സംഖ്യ വർദ്ധിപ്പിക്കുന്നതിലോ നാട്ടിൽ പ്രശസ്തി ഉണ്ടാകുന്നതിലോ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതോ ഒന്നുമല്ലെന്നേ. മറിച്ച് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ദൈവ പൈതലായി തീരുക എന്നുള്ളതാണ്. അതിനെനിക്ക് സാധിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വയം ഒന്ന് വിലയിരുത്തുക, പരിശ്രമിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലായി തീരുവാൻ, ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.